വമ്പൻ സിനിമകളുമായി കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് മലയാളത്തിന്റെ സൂപ്പർ താരങ്ങൾ. ഈ വർഷവും അടുത്ത വർഷവുമായി പുറത്തിറങ്ങാനിരിക്കുന്ന മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം തന്നെ പ്രതീക്ഷ തരുന്നതാണ്. നിലവിൽ തരുൺ മൂർത്തി ചിത്രം അതിമനോഹരത്തിലാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. സിനിമയുടെ പേരും ഫസ്റ്റ് ലുക്കും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ചിത്രത്തിനായി മോഹൻലാൽ താടി വടിച്ചത് ഏറെ വൈറലായിരുന്നു. മീശ പിരിച്ചുള്ള ലാലേട്ടന്റെ ചിത്രം ആരാധകർ ഉൾപ്പെടെ ഏറ്റെടുത്ത് ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മോഹൻലാൽ ആദ്യമായി നായകനാകുന്ന ചിത്രം കൂടിയാണ് അതിമനോഹരം. ചിത്രം ഡിസംബറിൽ പുറത്തുവരും. ദിലീഷ് പോത്തൻ മോഹൻലാൽ കോംബോ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. നെടുങ്കണ്ടം മിറാക്കൽ എന്നാണ് ചിത്രത്തിന്റെ പേര്. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സിന്റെ ബാനറിൽ അച്ചു ബേബി ജോണാണ് നെടുങ്കണ്ടം മിറാക്കൽ നിർമ്മിക്കുന്നത്. മലയക്കോട്ടെ വാൽവിന്റെ നിർമ്മാതാക്കളായിരുന്നു ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്. ചിത്രത്തിന്റെ വിതരണം നിർവഹിക്കുക ഭാവന സ്റ്റുഡിയോസ് ആണ്. സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കുന്നത് ശ്യാം പുഷ്കറിനും പോൾസൺ സ്കറിയും ചേർന്നാണ്. ഷൈജു ഖാലിദ് ക്യാമറ ചലിപ്പിക്കുമ്പോൾ സംഗീത സംവിധാനം സുഷിൻ ശ്യാമാണ്. എഡിറ്റിംഗ് സൈജു ശ്രീധരൻ നിർവഹിക്കുന്നു. പ്രൊഡക്ഷൻ ഡിസൈനറായി അജയൻ ചാലിശ്ശേരിയും മേക്കപ്പിനായി റോണക് സേവ്യറും സിനിമയുടെ ക്രൂവിലുണ്ട്. ഇതിനൊപ്പം മേപ്പടിയൻ സംവിധായകൻ വിഷ്ണുമോഹനൊപ്പവും ഒരു സിനിമ മോഹൻലാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ നിർമ്മിക്കുന്നത് ഗോകുലം ഗോപാലനാണ്. പ്രിയദർശന്റെ 100ാം ചിത്രവും മോഹൻലാലിനൊപ്പമാണ്. ഒരു മ്യൂസിക്കൽ ഡ്രാമയായി ഒരുങ്ങുന്ന സിനിമയുടെ ഷൂട്ട് അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മമ്മൂട്ടിയുടേതായി ഇനി പുറത്തു വരുന്നതെല്ലാം മാസ് സിനിമകളാണ്. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മട്ടാഞ്ചേരി മാഫിയ വലിയ പ്രതീക്ഷയിലാണ് എത്താനൊരുങ്ങുന്നത്. ഉണ്ട് എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ കൂട്ടുകെട്ടിലെ രണ്ടാമത്തെ സിനിമയാണ് മട്ടാഞ്ചേരി മാഫിയ. ഗ്യാങ്സ്റ്റർ കോമഡി ആക്ഷൻ എന്റർടൈനർ ആകുന്ന ചിത്രമെന്നാണ് സൂചന. മമ്മൂട്ടിക്കൊപ്പം നസ്ലനും ആസിഫ് അലിയും സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ബി രാകേഷും ഖാലിദ് റഹ്മാനും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം. നിയോ കൃഷ്ണ, ഷറഫ് സുഹാസ്, തസ്രീഖ് അബ്ദുൽ സലാം എന്നിവർ ചേർന്നാണ് സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കുന്നത്. ജിംഷി ഖാലിദാണ് ഛായാഗ്രഹണം. സംഗീതം റെക്സ് വിജയൻ. സിനിമയ്ക്കായി പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതാട്ടെ സുഷിൻ ശ്യാമാണ്. ഇതിനൊപ്പം തലൈവർ തമ്പി തലമയിൽ, ഫാൽമി എന്നീ സിനിമയ്ക്ക് ശേഷം നിതീഷ് സാദെ ഒരുക്കുന്ന സിനിമയിലും മമ്മൂട്ടിയാണ് നായകൻ. മമ്മൂട്ടി കമ്പനിയും കാവ്യ ഫിലിംസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ചിത്രമായിട്ടാണ് ഈ നിതീഷ് സാദേവ് ചിത്രം ഒരുങ്ങുന്നത്. ജിംഷി ഖാലിദ് ക്യാമറ കൈകാര്യം ചെയ്യുന്ന സിനിമയുടെ മ്യൂസിക് വിഷ്ണു വിജയാണ്. കേരള തമിഴ്നാട് ബോർഡർ പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടാണ് എത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു പക്ക ഫൺ ആക്ഷൻ കമേഴ്ഷ്യൽ സിനിമയായിട്ടാകും ഈ ചിത്രം ഒരുങ്ങുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കും. ഇതിനൊപ്പം ധനുഷ് ചിത്രം ഓം, അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം പദയാത്രയും മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങുന്നുണ്ട്. അമരന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കുന്ന ഓമിൽ ധനുഷിനൊപ്പം പ്രധാന വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. ചിത്രം ഈ വർഷം തന്നെ പുറത്തിറങ്ങും. അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് പദയാത്ര. ഇത് 4ാം തവണയാണ് മമ്മൂട്ടിയും അടൂരും ഒന്നിക്കുന്നത്. 1987 പുറത്തിറങ്ങിയ അനന്തരം എന്ന സിനിമയിലാണ് ആദ്യമായി അടൂരും മമ്മൂട്ടിയും ഒന്നിച്ചത്. തുടർന്ന് വിധേയൻ, മതിലുകൾ എന്നീ അടൂർ സിനിമകളിൽ മമ്മൂട്ടി മുഖ്യ വേഷങ്ങളിലെത്തി തിളങ്ങിയിട്ടുണ്ട്. പദയാത്രയും ഉടൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. ഇതിനൊപ്പം രഞ്ജിത്തിന്റെ ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയിൽ കരിക്കാമുറി ഷൺമുഖൻ എന്ന കഥാപാത്രമായി ക്യാമിയോ വേഷത്തിലും മമ്മൂട്ടി എത്തുന്നുണ്ട്.